ഇവള് ഞങ്ങളെ പറഞ്ഞ പറ്റിച്ച ഈ മലക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മളുടെ കോഴിക്കോട് മണ്ണിൽ ഞാൻ കണ്ടന്റ് കിങ്ങിനാണ് പരിചയപ്പെടുത്തിയത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ തന്നെ ഡ്യൂട്ടി എണീറ്റിട്ടുള്ള ഞാൻ വെറുപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ ഫ്രണ്ട്സിനൊപ്പം ചുമ്മാ കറങ്ങാൻ പോവാണ്. എങ്ങോട്ടെന്ന് വെച്ചാൽ കോഴിക്കോട്, വയനാട്. കോഴിക്കോട് ബീച്ച്, ചെർണീസ്, ഉപ്പിലിട്ടത്, വയനാട്. നീയോ? നിനക്ക് കോളേജില് ഡ്യൂട്ടിക്ക് കോളേജ് ഉണ്ടായി, നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇന്ന് പോയില്ല, മടി, വീണ്ടും മടി. ഒരു സന്തോഷ വാർത്ത ഉണ്ട്. എന്റെ ആപ്പിൾ വാച്ച് ഇതാക്കണ വീണ്ടും ഇവിടെ റെഡി ആയിരിക്കുന്നു. എന്റെ ബാഗൊക്കെ ഇതാക്കണ അവിടെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഇതിന്റെ കണക്ടറാണ്. ഇൻ കേസ് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് വേണ്ടി വരും. കുഞ്ഞ ഞാൻ പോയ എന്നെ മിസ് ചെയ്യോ? ഇടി ഞാൻ പോയ എന്നെ മിസ് ചെയ്യോന്ന് ചോദിച്ചാൽ 3 മണിക്കൂറുള്ള അവിടേക്കല്ലേ പോകുന്നത്. കുഞ്ഞു ഞാൻ പോയി കഴിഞ്ഞാൽ യു ഗോണ മിസ് മീ. അതാണ് യഥാർത്ഥ സ്നേഹം, മനസ്സിലായോ? നോ പൊടി പട്ടി, നീ ഒരു കാലത്ത് നെയ്യ് കുടിക്കില്ല. നിങ്ങൾ ചെയ്യോ? താങ്ക് യു. വണ്ടി വന്നിട്ടുണ്ട്. നമ്മള് മിനിയൊന്നല്ല എടുക്കണം. നമ്മളെ സാങ്യൂലാണ് പോകുന്നത്. ഗസപ്പോ കോഴിക്കോടേക്കുള്ള യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. ഡോക്ടർ ഇപ്പൊ വന്നിട്ടില്ല. ഡോക്ടറെ ഞങ്ങൾ പിക്ക് ചെയ്യണം. ഡോക്ടർ വർക്ക്ഷോപ്പിൽ പോയതാണ് ബെൻസും കൊണ്ട്. സോ ലെറ്റ്സ് ഗോ. ബൈ പ്രമാൾ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാം. 10 വർഷമായില്ലേ? 10 വർഷമായില്ലേ കേട്ടോ. 10 വർഷം തികഞ്ഞ ലുലുവിന് എന്റെ വക എല്ലാ ആശംസകളും. ഇങ്ങനെ തന്നെ ഒരു 10-50 100 വർഷമൊക്കെ ഇങ്ങനെയാണ് പോട്ടെ. പക്ഷെ ഇങ്ങനെ തന്നെ അല്ല, കളറൊക്കെ വേണേ മാറ്റാം. ലുലുവിന്റെ കളർ വേണമെങ്കിൽ പച്ച, മഞ്ഞ, ചോപ്പ് കാക്കലട വേണമെങ്കിൽ ഒരു വെറൈറ്റിക്ക്. ഡോക്ടർ എടുത്തിട്ടുണ്ട്. ഡോക്ടറെ കയ്യിൽ ഗണ്ണുണ്ട്. ഡോക്ടർ ഗണ്ണുമായിട്ടാണ് വന്നത്. കണ്ടോ സീൻസ് ആണ് ഗൈസ്. ഗണ്ണുണ്ടല്ലേ പൊട്ടിക്ക. ഇന്ന് കാറിലൊത്ത പൊട്ടാസ് എന്റെ അമ്മ. ഡോക്ടർ മര്യാദക്ക് പറയും, സത്യം പറയും. ആരാണ് ഡോക്ടർ? ഡോക്ടർക്ക് സത്യം പറഞ്ഞ MBBS ഉണ്ടോ? കുഞ്ഞു എന്റെ ഫേസ് കാണിച്ച. യു മിസ് മീ എവിടെയാണ്? ഞാൻ തിരക്കില്ല. ഇപ്പൊ ഫുഡ് കഴിക്കാൻ നിർത്തി, കാരണം എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇതാക്കണ ഈ സ്ഥലത്താട്ടോ നിർത്തിയത്. ഡോക്ടർ ഫുള്ള് കളറിലാണ്. തെങ്ങൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പോ ഞാനും ഡോക്ടറും ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ഡോക്ടർ ഓൾറെഡി ഫുഡ് കഴിച്ചാണ്. സോ ഞാനൊരു ഊണ് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. ഞാനിപ്പോ ഇതൊക്കെ നല്ല ചോറും സാമ്പാറും പിന്നെ ചെറിയൊരു ചെമ്മീൻ റോസ്റ്റും. ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചപ്പോ മാക്സിമം എനർജി. ഇതുവരെ എനർജി ഇല്ലാണ്ട് കിടക്കാൻ ഇപ്പൊ നല്ല എനർജി കൊണ്ട് ഗൈസ്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ലാസ്റ്റ് ഒരു കൂന്തൽ ഓർഡർ ചെയ്ത് അത് ചിറ്റിപ്പോയി. ബാക്കിയൊക്കെ സെറ്റ് ആയിരുന്നു. കാനൽ സിറ്റി എന്തൊരു സാധനം ഗൈസ്. എനിവേ വെൽക്കം ടു കോഴിക്കോട്. ഞങ്ങൾ കോഴിക്കോട് എത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം കോഴിക്കോട് ബീച്ച്. നമ്മള് സ്വന്തം കോഴിക്കോട് ബീച്ച് ഗൈസ്. അവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇതാക്കണ ഇവിടെ കറക്റ്റ് വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട്. നല്ല സൺസെറ്റ് ടൈമല്ലേ? സൺസെറ്റ് ടൈമിലല്ലേ വന്നത്? കറക്റ്റ് ടൈമിലാണ് ഗൈസ് വന്നത്. കറക്റ്റ് സൺസെറ്റ് കിട്ടി. പൊളി, അടിപൊളി ഗൈസ്. നല്ല വൈബുണ്ട് ഗൈസ്. ചൊറൻഡേസ് ഇവർ രണ്ടാൾ ഇന്നേവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഏട്ടാ ഒരു 3 ചൊറൻഡേസ്. ഇങ്ങനെ കോഴിക്കോട് മണ്ണിൽ ആദ്യമായിട്ട് ചൊറൻഡേസ് വായിലേക്ക് ഇടുന്നു. ടേസ്റ്റ് പറയും. എങ്ങനെയുണ്ട് പറയും? പറയണ കൊള്ളത്തില്ല. ഡോക്ടർ പറയും. ഡോക്ടർ പറയും ഇവനക്കൊന്നും പറയാനില്ല കേട്ടോ. നമുക്ക് എന്തോ ഒരു അവിശ്വത. ഡോക്ടർ കോഴി ബിരിയാണി കഴിക്കുന്നുണ്ട്. എന്താണ് ടേസ്റ്റ് ഉണ്ടോ? അപ്പൊ ബീച്ചിൽ നിന്ന് നേരെ വിട്ട് ഞങ്ങൾ പോൺ ദ വേ ടു വയനാടാണ്. എന്റെ ചൊറൻഡേസ് കാരണം കോപ്റ്റർ സൈഡായി പോയി ഗൈസ്. ചെക്കൻ്റെ തലവേദനയും കാര്യങ്ങളൊക്കെ വന്ന് സൈഡായിപ്പോയി. അത്രക്കും ഇഷ്ടപ്പെട്ടില്ലടാ, തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെ ആർക്കും ചൊറൻഡേസ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാൻ എപ്പം കോഴിക്കോട് വന്നാല് ഒരു കപ്പ് ചൊറൻഡേസിന്റെ ഐസും അതൊരു ചെറിയൊരു വികാരം. കോഴിക്കോട് ചെറിയ ബീച്ചിൽ വരുമ്പോ എല്ലാവരും വാങ്ങി കഴിക്കുന്ന ഒരു സാധനം. അത് ഞാൻ കണ്ടു. ബീച്ചിൽ ഇങ്ങനെ ഒഴിച്ചു കളയുന്നതും പല അല്ല അധികം ആൾക്കാരും ചൊറൻഡേസ് ഫാൻസി വീഡിയോ ലൈക്ക് ചെയ്യാം. ഓക്കെ, കോഴിക്കോട് വന്നവരെന്തായാലും ചൊറൻഡേസ് കഴിച്ചിരിക്കും. ചൊറൻഡേസ് ഹേറ്റേഴ്സ് വളരെ കുറവാണ്. ബട്ട് എനിക്ക് പേഴ്സണലി ചോര. പക്ഷെ ഇപ്പം ചൊറൻഡേസ് കുറച്ചുകൂടി ബോറായി തുടങ്ങിട്ടോ. അന്നൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അല്ല എന്നാലും എനിക്ക് ഇഷ്ടമായി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്തായാലും ചൊറൻഡേസ് ഇഷ്ടപ്പെട്ടു. എല്ലാം അടിപൊളി. നമ്മളുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്.
ഒരു വേറെ റിസോർട്ടിലേക്കാട്ട് വന്നത് ഒരു ചെറിയ സെറ്റപ്പ് സംഭവമാണ്. അപ്പൊ ഞങ്ങൾ റൂമിലെത്തി. ഇതൊരു കിടക്കാച്ചി 2 ബെഡ്റൂം ഉള്ള ചെറിയൊരു ടൈപ്പ് വില്ലാണ്. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. സോ ഇതാക്കണം, ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. കണ്ടില്ല, നല്ല കിടക്കാച്ചി വൈബില് ചെറിയൊരു ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. അതുപോലെ തന്നെ ഇതാക്കണം, അവിടെ നിന്ന് ഒരു ബാൽക്കണി ഉണ്ട്, ഒരു കിടക്കാച്ചി വ്യൂ ഉണ്ട്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. വ്യൂ ഒക്കെ ഞാൻ മോർണിംഗ് കാണിച്ചു തരാം. ഞാനിപ്പോ താഴോട്ട് വന്നാണ് ജസ്റ്റ് ചുമ്മാ ഒരു വൈബിന് കയറി വരുന്നതാണ്. വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നതാക്കണെങ്കിൽ ഒരു ലിവിങ് ഏരിയ കേട്ടോ. ഇതാണ് ലിവിങ് ഏരിയ, സോഫയും കാര്യങ്ങളൊക്കെ. അതാണ് എൻട്രി. പിന്നെ ഇതാക്കണം, ഇതിപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു ചിക്കൻ 65. സോ 65 ബാൽക്കണിയാണ്. നമ്മൾ താഴത്തുനിന്ന് കണ്ടില്ല. സോ അതേമാതിരി വേറൊരു ബാൽക്കണി വിത്ത് ഒരു കിടക്കാച്ചി വ്യൂ ആണ്. നാളെ മോർണിംഗ് നമുക്കറിയാം. അതുപോലെ തന്നെ ഇവിടെ വേറെ റൂം, നമ്മൾ താഴത്ത് കണ്ട റൂമിന്റെ വേറെ സംഭവം. ഓക്കെ, ഗുഡ് മോർണിംഗ് റൈസ് ആൻഡ് ഷൈൻ. എല്ലാവർക്കും ഒരു കിടക്കാച്ചി വീട്ടിലേക്ക് സ്വാഗതം. രാവിലെ എണീറ്റ് ഇൻട്രോ പറഞ്ഞൊരു സുഖമില്ല കേസ്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നോട് എന്തെങ്കിലും ഇൻട്രോ പറയും. ഒരു വൈബായി പോയി. എന്നിവ രാവിലെ എണീറ്റപ്പോൾ നല്ല അടിപൊളി ഒരു വ്യൂ ഉണ്ട്. ജസ്റ്റ് നോക്കിയപ്പോൾ വല്ലാത്തൊരു സുഖം. കാരണം നമ്മൾ കടന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടല്ലോ. ജസ്റ്റ് ഇങ്ങനെ ബെഡിൽ നിന്ന് ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഓ മൈ ഗാഡ്. ഇത് കോപ്റ്റർ ആൻഡ് ഡോക്ടറിന്റെ റൂം. സോ ഇവിടുന്നുള്ള വ്യൂ ജസ്റ്റ് കാണിച്ചത്. മൈ ഗോഡ്, ഇതൊരു പെയിന്റിങ് പോലാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ മലക്കൊരു പ്രത്യേകത ഉണ്ട്. ഇതിൽ എന്താ പറയാ, മരങ്ങൾ കുറവാട്ടോ. ജസ്റ്റ് ഒരു കംപ്ലീറ്റ്ലി റോക്ക് പോലത്തെ ഒരു സാധനം കണ്ടില്ലേ. ഒരു പക്കാ റോക്ക് ഹിൽസ് എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളിയാണ്. ഇന്നലെ നൈറ്റ് വന്നപ്പോൾ ഇതാക്കണം, ഈ സാധനമാണ് കുറേ ലൈറ്റ് കത്തി നമ്മൾ കണ്ടത്. റിവറിൽ വാട്ടർ കുറവാണെങ്കിലും സെറ്റാ കേസ്, നല്ല ലുക്ക് ഉണ്ട്. ഒരു കംപ്ലീറ്റ്ലി പെയിന്റിങ് പോലെ ഫീൽ ചെയ്യുന്ന കേസ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് സെറ്റ് അയച്ചു, പുതിയ ഷർട്ടും കാര്യങ്ങളൊക്കെ അയച്ചു. പിന്നെ ഈ റിസോർട്ടിന്റെ പേരെന്താ വെച്ചാൽ സീഗോട്ട് ബാനാസുര ഡാമില്ല, ബാനാസുര എന്നാണ്. സീഗോട്ട് റിസോർട്ട് എന്ന് വേണേൽ പറയാം, സീഗോട്ട് ബാനാസുര റിസോർട്ട് എന്ന് വേണേൽ പറയാം. നമ്മൾ ബാനാസുര ഡാമിന്റെ അടുത്തുള്ള ഒരു സംഭവമാണ്. നമ്മളെ കാണാൻ റിവർ ഒക്കെ ഡാമിൽ നിന്ന് വരുന്ന വെള്ളട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൊണൗൺസിയേഷൻ ശരിയാണെന്ന് അറിയില്ല, എന്നാലും എനിക്ക്. അപ്പൊ ഞാൻ കുളിച്ച് മാറ്റി സെറ്റ് ചെയ്തിട്ട് വരാം. ഡോക്ടർ രാവിലെ തന്നെ എണീറ്റ് കുളിച്ചിട്ടോ. പക്ഷെ ഞാൻ കുളിച്ചിട്ടില്ല, മേലൊക്കെ ഒന്ന് കഴുകി. കാരണം കുളിച്ച് എന്റെ മുടി മൊത്തത്തിൽ സിനിമ, കാരണം ഡ്രയർ ഇല്ല ഗൈസ്. അപ്പൊ ഇനി ഞാൻ ജസ്റ്റ് ഒരു സാധനം പരിചയപ്പെടുത്തരാം. ജമ്പർ കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ പേര്, ജമ്പർ എന്നാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാല് നമുക്കിതൊരു പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കാറ് ബാറ്ററി ഒക്കെ ഡൗൺ ആയി കിടക്കുകയാണെങ്കിൽ നമുക്ക് ഈ സാധനം വെച്ച് ജമ്പ് ചെയ്യിപ്പിക്കുക, ഐ മീൻ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക. ഒരു കിടക്കാഴ്ച സാധനം ഇട്ട് നോക്കണം. ഇതാണ് ഇതിന്റെ മോസ്റ്റർ ടാങ്ക് ഒക്കെ പോലുള്ളൊരു സാധനം. ഓഫ്, ഇതാണ് 26,000 mAh സാധനമാണ്. അപ്പൊ ഇതിൽ നമുക്ക് വയർലെസ് ചാർജ് ചെയ്യാം. ഫോൺ നമുക്കൊന്നെങ്കിൽ വയർലെസ് ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ വേറെ കുറെ പോർട്ടൊക്കെ ഉണ്ട് ഫോൺ ചാർജ് ചെയ്യാൻ. പിന്നെ ടോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് സെയിം ടൈം നമ്മൾ ഇതാക്കണം, കാറൊക്കെ അതിന്റെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടോ. ഇപ്പൊ ഒരു കാറ് ജസ്റ്റ് ഇപ്പൊ ഓഫ് ആയിപ്പോയി, ബാറ്ററി ഇല്ല, ഡൗൺ ആയിപ്പോയി, റോട്ടിൽ കിടക്കുകയാണ്, വേറെ ഒരു വണ്ടി സഹായിക്കാനില്ല. അതുപോലെ തന്നെ വേറെ അടുത്തൊന്നും വർക്ക്ഷോപ്പ് ഇല്ല, അങ്ങനത്തെ പരിപാടിയാണ്. നിങ്ങൾ പെട്ടുപോയി. അങ്ങനത്തെ സമയത്ത് നിങ്ങൾക്ക് ഇതാക്കണം, ഈ ഒരു സാധനം ഇവിടെ കണക്ട് ചെയ്യുക. കണ്ടില്ലേ, ഈ ഒരു സാധനം ഇവിടെ കണക്ട് ചെയ്യുക. ഓക്കെ, ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഓൺ ആവും. എന്നിട്ട് ഈ 2 ഔട്ട്പുട്ട് നിങ്ങളുടെ കാറിന്റെ ബാറ്ററിയിൽ കൊടുത്തു കഴിഞ്ഞിട്ട് കാർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവും. കോപ്റ്റർ രാവിലെ തന്നെ ഇതാക്കണം, അവിടെ മെക്കാനിക്കൽ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് വിത്ത് ദ വണ്ടർഫുൾ വ്യൂ ഗൈസ്. അപ്പോൾ ഡോറൊക്കെ ലോക്കാക്കി. നമ്മൾ നിന്നത് ഇവിടെ കേട്ടോ, ഇവിടെയാണ് നമ്മൾ നിന്നത്. അതിന്റെ മുകളിലേക്ക് സ്ഥലമുണ്ട്, അവിടെ നിന്നിട്ട് നമുക്ക് ചില്ല് ചെയ്യാം. മൊത്തത്തിൽ 3 ഫ്ലോർ മാതിരിയാണ് കേട്ടോ, അടിപൊളിയാണ്. ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് ദി റെസ്റ്റോറൻറ്റ്. രാത്രി വന്നപ്പോൾ നല്ല വൈബായിരുന്നു അവിടെ. സോ ഞാനിതാക്കാം എൻ്റെ ഫേവറേറ്റ് പുട്ടും കടലെടുത്ത്. ഡോക്ടർ എന്താ എടുത്തത്? ഓ, എഗ് ഉണ്ടായിരുന്നില്ല ഇവിടെ. എനിക്ക് എഗ് വേണം ഗൈസ്, എനിക്ക് ഓർമ്മിച്ച് വന്നത്. കാരണം ജിമ്മിൽ പോകണോണ്ട് ഇവരുടെ 4 എഗ്ഗെങ്കിലും കഴിക്കണം. ഇതിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഒരു അടിപൊളി പൂളുണ്ട്, ഒരു ഇൻഫിനിറ്റി വ്യൂ ഒക്കെ ഉള്ള. ഗൈസ് നോക്കിയാ എൻ്റെ മോനെ, ആ ഒരു വ്യൂ ഇങ്ങനെ നേരെ അങ്ങോട്ട് പോന്നിട്ട് കിട്ടേക്കാഴ്ച സ്വിമ്മിംഗ് പൂൾ കേട്ടോ, അടിപൊളി. ഇത് കിഡ്സിന്റെ സ്വിമ്മിംഗ് പൂളാണെന്ന് തോന്നുന്നത്. ഇത് അത്യാവശ്യം ആയുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ഇതാക്കണ സൈക്ലിംഗ് ഉണ്ട്, അതായത് റോപ്പിന്റെ മുകളിലൂടെ കണ്ടില്ല, റോപ്പ് കണ്ടില്ല, അതിന്റെ മുകളിലൂടെ നമുക്ക് ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ ചവിട്ടി പോവാ. ആ സാധനമാണ്. എനിക്ക് തോന്നുന്നു ഈവനിങ് ആയിട്ടാണ് ഓപ്പണിംഗ് തോന്നുന്നത്. എന്താ വെയിൽ ഗൈസ്, വെയിലിനെ പേടിച്ചിട്ടാണ് ഞാൻ വയനാട്ടിൽ പോകുന്നത്. പക്ഷെ വയനാട്ടിലും വലിയൊരു ക്ലൈമറ്റ് ചേഞ്ച് ഒന്നും കേട്ടോ, നല്ല വെയിലാണ്. ഡോക്ടർ എന്തോന്ന് ഉദ്ദേശിക്കുന്നത്? ഫോൺ ഇങ്ങനെ കത്തി ജ്വലിക്കുന്നത്, എന്ത് രസം കാണാൻ ഫോണ് ഗൈസ്. അപ്പം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പറഞ്ഞാൽ ജസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്റെ ഫ്രണ്ട് അല്ല, നമ്മളെ സ്വന്തം ഡോക്ടർ കുട്ടന്റെ വേറൊരു ഡോക്ടറെ ഫ്രണ്ട് ഇല്ല ബ്രോ. അപ്പൊ വയനാട് ബ്രോ ആദ്യമായിട്ടാണ് വയനാട് വരുന്നത്. സോ വയനാട് വന്നപ്പോൾ ഫ്രണ്ടിനെ കാണാൻ വിചാരിച്ചു. സോ വി ആർ ഗോയിങ് ഇൻ മീറ്റിംഗ്. 1 hour ഡ്രൈവ് ഉണ്ട്. സോ കുഴപ്പമില്ല, നമ്മളെ സാങ്യം കൊണ്ട് പറന്ന് പോകാം ഗൈസ്. ഇതാണ് കൽപ്പറ്റ കേട്ടോ, ഞങ്ങളിപ്പോ കറന്റ് കൽപ്പറ്റയിലെത്തി ഗൈസ്. ഇപ്പൊ ഇതാക്കണം, ഞങ്ങൾ അവിടെ കാറ് നിർത്തി ഇതാക്കണം, ഇങ്ങോട്ട് ഇറങ്ങി. ഓഫ്, ഇതേത് ആസ്റ്റർ ഹോസ്പിറ്റൽ അല്ലേ?
ആസ്ട്രോ വയനാട്. ഗൈസ് അപ്പോൾ നോക്കണേ ഡോക്ടറിന്റെ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. സോ ഡോക്ടറിന്റെ ഫ്രണ്ട് ഷബീർ അവാർഡ് ഷർബിൻ ആണ്. സോ ഡോക്ടർ ഷബ്രിൻ. ഓക്കെ ഫൈൻ. അപ്പൊ ഈ ഷബ്രിനെ എന്നെ പരിചയപ്പെടുത്തി ഡോക്ടർ ഞാൻ കണ്ടന്റ് കിങ് എന്നാണ് പരിചയപ്പെടുത്തി. അതെനിക്ക് വളരെയധികം അംഗീകരിക്കാൻ കഴിയാത്ത സങ്കടമായി പോയി. കണ്ടന്റ് കിങ് വേണ്ട വേണ്ട, അത് ഭയങ്കര വൈറലായ ചിലര് കേങ് എന്നൊക്കെ പറയും അപ്പൊ ഉള്ളവര്. എനിവേ നൈസ് മീറ്റിംഗ്. ഇവിടെ എന്താണ് ഡെന്റിസ്റ്റ് ആണ്. ഓക്കെ പഠിപ്പിച്ചാണ്. മലയാളിയാണ് പക്ഷെ ഭയങ്കര രീതിയിൽ ഇംഗ്ലീഷ് മാത്രമേ ഞങ്ങളെ കണ്ടപ്പോ ഭയങ്കര ഇംഗ്ലീഷ് ഞങ്ങളെ കണ്ടപ്പോ ഭയങ്കര ഇംഗ്ലീഷ്. ഓക്കെ നോക്കൊള്ളാം. ഇനി ഞങ്ങളിപ്പോ റിസോർട്ടിലേക്കാണോ വെള്ളച്ചാട്ടം കാണാനാണോ പോണേ? വെള്ളച്ചാട്ടം. ഓക്കെ വെള്ളച്ചാട്ടം കാണാനാണ്. നട്ടുച്ചക്കാണ്. അതിനും കുഴപ്പമില്ല നോക്കാം. ഇതാണ് പേരിട്ടോ, കാന്താര വാട്ടർഫോൾസ്. എന്താണ്? കന്തപ്പാറ. ഞാൻ കണ്ടില്ല, ഞാൻ സ്പെക്സ് വെച്ച് ഇതിലെങ്ങനെ നോക്കിയതാ. ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് നോക്കാൻ ഞങ്ങൾ വെള്ളച്ചാട്ടം കാണാൻ എത്തി. ഇതാണ് സംഭവം, കണ്ടില്ലേ? സ്മോൾ ചാട്ടം. ഇവള് ഞങ്ങളെ പറഞ്ഞ പറ്റിച്ചതാ. വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞ് ടിക്കറ്റ് ഒക്കെ എടുക്കേണ്ടി വന്നപ്പോ ഞാൻ വലിയ സംഭവം ഉണ്ടായിരിക്കുന്നു. ചെറിയ ചാട്ടം കേസ്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും കാറിൽ കയറി വിട പറയുകയാണ് കേസ്. ഡോക്ടർ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. ഓക്കെ ഗൈസ്, സൈക്ലിംഗ് ചെയ്യാൻ പോകണല്ലേ. ഈ റോപ്പിലൂടെ ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ ഓടി പോട്ടെ. ഇതായിരുന്നു. യാ ഓക്കെ ബ്രോ, നൈസ് മീറ്റിംഗ് യു ടു. സീ യു അഗൈൻ. അപ്പോൾ ഗൈസ് ഡൂഡ് അങ്ങനെ ചവിട്ടാൻ പോന്നു. സൈക്കിൾ ചവിട്ടാൻ ചെയ്യാൻ പോവാണ്. നല്ല എക്സ്പീരിയൻസ് ചെയ്തു. 2-3-4 വട്ടം ചെയ്തു. 4-5. അതെ, ഞാൻ കൂടുതലായോണ്ടേ ഞാൻ കുറെ ചെയ്യും. അതാ എന്റെ പ്രശ്നം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പീസ്, ബൈ.